കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് കൊടുത്തത് 5 ലക്ഷം രൂപ. ഹായ്, ഫേസ്ലെസ് ആണ്. ഇപ്പോ വരുന്ന പുതിയ വാർത്ത പ്രകാരം ദിവ്യ ഉണ്ണി മൃദംഗ വിഷനിൽ നിന്ന് 5 ലക്ഷം രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ്. കാരണം അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ അതിൽ 5 ലക്ഷം മാത്രമേ ദിവ്യ ഉണ്ണിക്ക് കൊടുത്തതായി കാണുന്നുള്ളൂ. ശരിക്കും പറഞ്ഞ ദിവ്യ ഉണ്ണിയും അവര് പറ്റിക്കുക തന്നെയായിരുന്നു എന്നാണ് ഇപ്പൊ സംശയം. എല്ലാരും പറയുന്നത് ദിവ്യ ഉണ്ണി കുറെ കാലമായി അമേരിക്കയിലായിരുന്നു, കാരണം അവർക്ക് ഇന്ത്യയിലെ നിയമങ്ങളൊന്നും അറിയാൻ മേലാത്തത് കൊണ്ട് അവരിതൊന്നും അറിഞ്ഞു കാണില്ല എന്നാണ്. അവരൊരു നടിയല്ലാത്തതിനാൽ നർത്തകി മാത്രമായതിനാലും അവർക്ക് 5 ലക്ഷം കൊടുത്ത് അവരെ ഒതുക്കിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഫേമസ് ആയ ഒരു നർത്തകി ആയതുകൊണ്ട് അവരെ അംബാസിഡർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ആണെങ്കിൽ അവരെ മാക്സിമം പിഴിയുകയായിരുന്നു സംഘാടകരെന്ന് വേണം കരുതാൻ. കാരണം കുറെ കാലമായി ഇതിന്റെ പ്രൊമോഷന് വേണ്ടി അവർ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുകയും ഇതിന്റെ പ്രൊമോഷൻ നടത്തുകയും ചെയ്തുകൊണ്ട് ദിവ്യ ഉണ്ണി വളരെ കാലമായി കേരളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങി. മൃദംഗനാദം 2024 എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ആണ്, ഒരു മെഗാ ഇവന്റ് ആണ്. അത് കലൂർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അതൊരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. 12,000 ഭരതനാട്യം നർത്തകർ ഒന്നിച്ച് ഒരേ സമയത്ത് നൃത്തം അവതരിപ്പിക്കുന്ന അതാണ് ഇവന്റ്. അതും ദിവ്യ ഉണ്ണി ഇതിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് വന്നത് അവരുടെ കുടുംബസമേതമാണ്. കണക്ക് പ്രകാരം അങ്ങനെ ആലോചിച്ച ഒരു 10-25 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് അവർക്ക് ചെലവായിട്ടുണ്ടാവും. അമേരിക്കയിൽ നിന്ന് ടിക്കറ്റും മടക്കി ഇവിടം വരെ വരണമെങ്കിലും തിരിച്ചു പോരണമെങ്കിലും ചില്ലറ പൈസ കൊടുത്താൽ പോരല്ലോ. ഇനിയും ഈ പറയുന്നത് പോലെ ദിവ്യ ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടത് ബാങ്ക് മുഖേന കൊടുത്ത 5 ലക്ഷം ആണെങ്കിലോ ബാക്കിയുള്ള പൈസ അല്ലാതെ കൊടുത്തെങ്കിലോ? കാരണം കണക്കുകൾ അങ്ങോട്ട് ടാലി ആവാത്തത് കൊണ്ടാണ്. അവരുടെ കയ്യിലിരുന്ന പൈസ മുടക്കിയായിരിക്കും അല്ലെങ്കിൽ അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടാവുക. എന്തൊക്കെയാണെങ്കിലും ദിവ്യ ഉണ്ണി ഇവരുടെ ഈ സാമ്പത്തിക ക്രമക്കേടിന്റെ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ പല സ്റ്റേജുകളിലായിട്ട് പലപ്പോഴായിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഒരു മാഷ് തന്നെ പറയുന്നുണ്ട് അവരോട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിരുന്നുവെന്ന്. പക്ഷെ എന്നിട്ടും അവരിതിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നുവെന്ന്. അപ്പോ കാര്യങ്ങൾ അറിഞ്ഞപ്പോ കിട്ടുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് കളയാതിരിക്കാൻ വേണ്ടി ദിവ്യ ഉണ്ണി കൂടെ നിന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് ഐഡിയ ആക്ച്വലി ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാന്നുള്ള ഐഡിയ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രീമിയം ആർട്ട് മാഗസീൻ ഉണ്ട്. അതായത് ഇവിടുത്തെ ആർട്ട് സീൻ കലാകാരന്മാരിലേക്കും ജനറൽ പബ്ലിക്കിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വിഷനോടുകൂടി നടത്തുന്ന ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ആർട്ട് മാഗസീൻ. അപ്പോൾ അവരുടെ സിഇഒസ് മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നിഗോഷ്, അവരുടെ ഒരു വിഷനാണിത്. പിന്നെ മൃദംഗ വിഷൻ ദിവ്യ ഉണ്ണിനെയാണ് ആൾക്കാരെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഉയർത്തിക്കാട്ടിയത്. ദിവ്യ ഉണ്ണി ഈ പ്രോഗ്രാമിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബിജൂസ് ആപ്പ് പൂട്ടിയപ്പോ നമ്മൾ മോഹൻലാലിനെയും ഷാറുഖ് ഖാനെയും ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ദിവ്യ ഉണ്ണിയുടെ ഫേസിനെയും ഇവിടെ കണ്ടാൽ മതി. അതായത് സാമ്പത്തിക ഇടപാടുകൾ മുഴുവനായും ദിവ്യ ഉണ്ണി അറിഞ്ഞിരിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഈ കലാസാമ്പത്തിക തട്ടിപ്പ് പരിപാടിയിൽ അറിഞ്ഞും അറിയാതെയും ഡാൻസ് ടീച്ചർമാർ വരെ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഇൻവിറ്റേഷൻ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനും ഇതിൽ ബെനിഫിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു നിശ്ചിതമായ ഒരു തുക ഒരു കുട്ടിയിൽ നിന്ന് ഇതിലേക്ക് വരുന്നുണ്ട്. 3500 രൂപ കുട്ടികളിൽ നിന്ന് മൃദംഗ വിഷം വാങ്ങുമ്പോൾ അതിൽ നിന്ന് 900 രൂപ വരെ ഓരോ കുട്ടിക്കും കമ്മീഷൻ കിട്ടുമെന്ന് ഡാൻസ് ടീച്ചർമാർക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു. അതുകൂടാതെ 100 കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നവർക്ക് സ്വർണ്ണ നാണയം. ഇത് എല്ലാ ടീച്ചർമാരും കുട്ടികളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. പല ടീച്ചർമാരും ഡാൻസ് പഠിപ്പിച്ചതിന് പണം വാങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വമ്പൻ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. കലയെ പണത്തിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ചിലർ മൃദംഗ വിഷനെ വെല്ലുന്ന രീതിയിൽ ഇതിൽ നിന്നും പണം പിടുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇരകൾ ഡാൻസ് കളിക്കാൻ പോയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മാത്രമാണ്. MLA ഉമാ തോമസ് ഇവിടെ വീണു പോയില്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ദിവ്യ ഉണ്ണി പെട്ടുപോയതാണെങ്കിൽ എന്തുകൊണ്ട് അവർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന 5 ലക്ഷം അഡ്വാൻസ് തുകയായിരിക്കാം, ബാക്കിയുള്ള തുക വഴിയെ കൊടുക്കുമെന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും പരിപാടി നടന്ന അന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ക്യാഷ് ബാക്കി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പിന്നെ അവർക്ക് കിട്ടിയ പൈസ 5 ലക്ഷം എന്ന് പറയുമ്പോൾ USA മിനിമം ടിക്കറ്റ് 1 lakh ഉണ്ട്. ഈ ബാങ്ക് വഴി അല്ലാതെയും പൈസ ആൾക്കാർക്ക് കൊടുക്കാവുന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ദിവ്യ ഉണ്ണി ഇതിനകത്ത് സത്യസന്ധയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും നാട് വിടുന്നതിന് മുമ്പ് ഉമാ തോമസിനെങ്കിലും ഒന്ന് കണ്ടിട്ട്
കണ്ടിട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത പറഞ്ഞിട്ട് പോകാമായിരുന്നു. അതായത് ഓൺലൈനിൽ ഒരു ലൈവെങ്കിലും പോകാമായിരുന്നു ദിവ്യ ഉണ്ണിക്ക്. ദിവസവും റീൽസ് ഇടുന്ന ആളാണ്. ഒരു ലൈവ് പോയിട്ട് എന്താണ് ഉണ്ടായത്, തന്റെ ഭാഗം എന്താണെന്ന് അവർക്ക് പറയാമായിരുന്നു. അപ്പോ അത് പറയാത്തിടത്തോളം കാലം അവരെ കുറ്റം പറയുന്ന ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്നും മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഇപ്പോൾ എൻ്റെ തന്നെ ഡാൻസ് സ്കൂളിൽ അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗൾഫിൽ നിന്ന് രജിസ്ട്രേഷൻസ് ഉണ്ട്, യൂറോപ്പിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയ, പല രാജ്യങ്ങളിൽ നിന്ന്. സോ ഇതൊരു ഗ്ലോബലി ജസ്റ്റ് ഫോർ ഭരതനാട്യമാണ് ഇവരെല്ലാവരും ഒരു സ്ഥലത്തെത്തുന്നത്. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പുണ്ടായപ്പോ, അതായത് അവരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുണ്ടായപ്പോഴാണ് അവര് മുങ്ങിയത്. അതൊക്കെ തന്നെ പോരെ? മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരുടെ ഭാഗവും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അവര് നിഷ്കളങ്കയാണെന്ന് പറയുമ്പോ എന്തുകൊണ്ട് അവരുടെ നിഷ്കളങ്കത അവര് വെളിപ്പെടുത്തിയില്ല? ഇത്രയും കോടി ജനങ്ങളെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയേണ്ടത് അവരുടെയും കൂടി കടമയാണ്. അവരുടെ മുഖം കണ്ടിട്ട് വന്നവർക്ക് ഒരു ഉത്തരം കൊടുത്തിട്ട് പോകാമായിരുന്നു. ബൈ. നമുക്ക് ഏതൊരു കലാരൂപമാണെന്നുണ്ടെങ്കിൽ ഇതിന് റിഹേഴ്സൽ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും. 29 തീയതിയാണ്, ഡിസംബറാണ്. ഇപ്പം ഈ 12,000 പേരെ വെച്ച് ഒരു സ്റ്റേജ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഡ്രസ് റിഹേഴ്സൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെയോ അന്നത്തെ ദിവസമാണോ നിങ്ങൾ ഇത്രയും പേര് കാണുന്നത്? അന്നത്തെ ദിവസമാണ് എല്ലാവരും കാണുന്നത്.